സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി എത്തിയതോടെ ത്രികോണ മത്സരമായിരിക്കുകയാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ മത്സരം. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും ഗ്രാമപഞ്ചായത്ത് അംഗമായും വർഷങ്ങൾ സേവനമനുഷ്ഠിച്ച തോമസ് തെക്കേൽ മത്സരരംഗത്തെത്തിയതോടുകൂടിയാണ് വാർഡ് ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയത്. LDFിൽ നിന്നും മത്സരിക്കുന്നത് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സോജൻ ജോസും UDFിൽ നിന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് ജോസഫുമാണ്. പൂർണ്ണമായും കാർഷിക മേഖലയായ വാർഡിൽ ഇത്തവണ പൊടിപാറും പോരാട്ടമാണ് നടക്കുന്നത്. അഞ്ചു വർഷം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും 10 വർഷത്തോളം കാലം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുള്ള തോമസ് തെക്കൽ ഇത്തവണ കളത്തിലിറങ്ങിയതോടുകൂടിയാണ് മത്സരം കടുത്തത്. നാട്ടുകാർ താങ്കൾക്ക് ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്ക് പ്രത്യുപകാരമായി നൽകിയ സ്കൂട്ടറിലാണ് ഇദ്ദേഹത്തിന്റെ പ്രചരണം. ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ മേഖലയിൽ നിന്നും ജയിക്കും എന്നാണ് തോമസ് തെക്കേൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പ്രചരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രചരണത്തിൽ ഇപ്പം ഞാൻ മുഴുവൻ വീടുകളും കയറി ഇറങ്ങി ആളുകളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള എൻ്റെ പ്രവർത്തനം മുഴുവൻ വീടുകളും കവർ ചെയ്തെങ്കിലും ഇനി ഈ വാർഡിൽ നിന്ന് വെളിയിലുള്ള കുറേ ആളുകളുണ്ട്. അവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രചരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി മുഴുവൻ ആളുകളെയും ഒന്ന് കണ്ടു. ഞാൻ ഒരുപാട് പരസ്യങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സാമ്പത്തികമായ ചെലവുകളൊന്നും ചെയ്ത് ആളുകളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു വർക്കല്ല എൻ്റെ നടത്തിയിട്ടുള്ളത്. മുഴുവൻ ആളുകൾക്കും ബോധ്യമുണ്ട്. ഈ രീതിയിൽ ഇപ്പം മുഴുവൻ ആളുകളെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഒരു പ്രതികരണം, ഈ വാർഡിൽ ഞാൻ ഇവിടെ മെമ്പറായി വരണം എന്നുള്ളൊരു ആഗ്രഹം അവരുടെ മനസ്സിൽ 100% ഉണ്ട്. കടുത്ത മത്സരമാണ് മറ്റു മുന്നണി സ്ഥാനാർത്ഥികളും ഉയർത്തുന്നത്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ തന്നെയാണ് ഇത്തവണ LDF കളത്തിൽ ഇറക്കിയിട്ടുള്ളത്. കർഷകനും എഴുത്തുകാരനും മികച്ച നിരൂപകൻ കൂടിയായ സോജൻ ജോസിന് മികച്ച വിജയം നേടാനാകുമെന്നാണ് LDF ആത്മവിശ്വാസം. പ്രധാന വാഗ്ദാനങ്ങളൊന്ന് വികസനത്തെക്കാളൊക്കെ ഇവിടെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും തുല്യ പങ്കാളിത്തം ഉണ്ടാവും. എല്ലാവരെയും പരിഗണിക്കും. അതിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദ്ദേശം. വികസന പ്രവർത്തനങ്ങൾ ആരുടെയും ആളായി നിൽക്കാതെ ഇവിടെ വോട്ട് ചെയ്തവരും ചെയ്യാത്തവരുമായ മുഴുവൻ ഇവിടുത്തെ വീട്ടുകാരെയും കുടുംബങ്ങളെയും ചേർത്ത് നിർത്തിയുള്ള പദ്ധതികളാണ് രൂപീകരിക്കുന്നത്. ഇതേസമയം UDFും വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റിനെ തന്നെയാണ് UDF കളത്തിലിറക്കിയിട്ടുള്ളത്. മുൻപ് മത്സരിച്ച സമയങ്ങളിലൊക്കെ മികച്ച വിജയം നേടിയ രാജേഷിന് ഇത്തവണയും വിജയത്തിൽ കുറഞ്ഞ ഒരു പ്രതീക്ഷയും ഇല്ല. നല്ല ഒരു വിജയപ്രതീക്ഷയിലാണ്. UDFിന്റെ സ്ഥാനാർത്ഥികൾ എല്ലാം നല്ല വിജയപ്രതീക്ഷയിലാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇവിടെ നൽകുന്ന ഏറ്റവും നല്ല വാഗ്ദാനം ഇവിടെ റോഡുകളുടെ അപരാധിത്വതയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ റോഡുകൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ടിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായി ഡെന്നിസ് ആണ് കളത്തിലുള്ളത്. എന്താണെങ്കിലും ഇത്തവണ പൊന്നാമല വാർഡിൽ പൊടിപാറുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.